സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ +2 കെമിസ്ട്രിയുടെ രണ്ടാമത്തെ ബുക്കിലേക്ക് നമ്മൾ കിടക്കുകയാണ്. രണ്ടാമത്തെ ബുക്കിലെ ആദ്യത്തെ ലെസൺ ഓർഗാനിക് കെമിസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് രണ്ടാമത്തെ ബുക്കിലെ എല്ലാ പാഠങ്ങളും. അപ്പോൾ അതിലെ ആദ്യത്തെ ലെസണായ ഹാലോ ആൽക്കീൻസ് ആൻഡ് ഹാലോ അരീൻസ്. അപ്പോൾ നിങ്ങൾക്കറിയാം ഓർഗാനിക് കെമിസ്ട്രിയുടെ 2 ലെസൺ ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഹാലോ ആൽക്കീൻസ് എന്ന് പറഞ്ഞാൽ, ഹൈഡ്രോ കാർബൺസ് പഠിച്ചിട്ടുണ്ടല്ലോ ഫസ്റ്റ് ഇയറിൽ. 4 തരത്തിലുള്ള ഹൈഡ്രോ കാർബൺസ് പഠിച്ചിട്ടുണ്ട്. ആൽക്കീൻസ്, ആൽക്കീൻസ്, ആൽക്കൈൻസ്, അരീൻസ്. അപ്പോൾ അതിലേറ്റവും സിമ്പിളായിട്ടുള്ളൊരു ഹൈഡ്രോ കാർബൺ ഞാൻ എഴുതുകയാണ്, CH4 മീഥെയ്ൻ. ഇത് ആൽക്കൈൻ എന്ന് പറയുന്ന ഹൈഡ്രോ കാർബണിൻ്റെ ഒന്നാമത്തെ കോമ്പൗണ്ടാണ്. ഇതിലെ ഒരു ഹൈഡ്രജൻ ആറ്റത്തെയോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഹൈഡ്രജൻ ആറ്റത്തെയോ ഹാലജൻ ആറ്റങ്ങൾ കൊണ്ട് റീപ്ലേസ് ചെയ്യുമ്പോൾ കിട്ടുന്ന കോമ്പൗണ്ടുകളെയാണ് നമ്മൾ ഹാലോ ആൽക്കീൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ CH3Cl ക്ലോറോ മീഥെയ്ൻ എന്നാണ് ഇതിൻ്റെ പേര് പറയുക. അല്ലെങ്കിൽ ക്ലോറിൻ തന്നെ വേണമെന്നില്ല, ബ്രോമിൻ കൊണ്ട് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ ബ്രോമോ മീഥെയ്ൻ. അതേപോലെ തന്നെ ഹാലോ അരീൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പഠിച്ചിരിക്കുന്ന ബെൻസീനാണ് അരോമാറ്റിക് ഹൈഡ്രോ കാർബണിൽ നിങ്ങൾ ആദ്യമായിട്ട് ഫസ്റ്റ് കോമ്പൗണ്ടായിട്ട് പഠിച്ചിരിക്കുന്നത് C6H6. അതിലെ ഒരു ഹൈഡ്രജൻ ആറ്റത്തിനെ റീപ്ലേസ് ചെയ്തിട്ട് ക്ലോറിൻ കൊണ്ടുവരിക. അപ്പോൾ എന്താവും? ക്ലോറോ ബെൻസീൻ. അപ്പോൾ ഈ വിഭാഗത്തിൽപ്പെടുന്ന കോമ്പൗണ്ട്സ്, ഇത് മാത്രമല്ല ഈ വിഭാഗത്തിൽപ്പെടുന്ന കോമ്പൗണ്ടുകളെയാണ് നമ്മൾ ഈ ലെസണിൽ പഠിക്കാൻ പോകുന്നത്. ഇനി ഈ വിഭാഗത്തിൽപ്പെടുന്ന കോമ്പൗണ്ട് നേച്ചറിൽ ഇഷ്ടംപോലെ ഉണ്ട്. അതുപോലെ തന്നെ ലാബിൽ നമ്മൾ ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള സോൾവെൻറ്റ്സ്, ഇപ്പോൾ എക്സാമ്പിളായിട്ട് കാർബൺ ടെട്രാക്ലോറൈഡ് നല്ലൊരു സോൾവെൻ്റാണ്. ഇത് ഈ വിഭാഗത്തിൽപ്പെടുന്ന കോമ്പൗണ്ടാണ്. അതുപോലെ ക്ലോറോഫോമും നമ്മൾ ലാബിൽ ഉപയോഗിക്കുന്ന നല്ലൊരു സോൾവെൻ്റാണ്. അതും ഈ വിഭാഗത്തിൽപ്പെടുന്ന കോമ്പൗണ്ടാണ്. പിന്നെ ക്ലോറാംഫെനിക്കോൾ എന്ന് പറയുന്ന ആൻറ്റിബയോട്ടിക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒരു മരുന്നാണ്, ആൻറ്റിബയോട്ടിക്കാണ്. ടൈഫോയിഡിനൊക്കെ എതിരെ ഉപയോഗിക്കുന്ന ആൻറ്റിബയോട്ടിക്കാണ്. അതും ഹാലോ ആൽക്കീൻസ് ഈ വിഭാഗത്തിൽപ്പെടുന്ന കോമ്പൗണ്ടാണ്. അതുപോലെ തന്നെ തൈറോക്സിൻ എന്ന് പറയുന്ന ഹോർമോൺ കേട്ടിട്ടുണ്ടാവും. ഈ ഹോർമോൺ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്നതാണ്. തൈറോക്സിൻ കുറയുമ്പോഴാണ് ഗോയിറ്റർ പോലെയുള്ള അസുഖങ്ങൾ വരുന്നത്. അപ്പോൾ തൈറോക്സിൻ അയോഡിൻ അടങ്ങിയിരിക്കുന്ന കോമ്പൗണ്ടാണ്. അപ്പോൾ ഈ ഹാലോ ആൽക്കീൻസ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്ന അല്ലെങ്കിൽ ഈ വിഭാഗത്തിൽപ്പെടുന്ന കോമ്പൗണ്ടാണ് തൈറോക്സിൻ എന്ന് പറയുന്ന ഹോർമോൺ. അതുപോലെ തന്നെ നിങ്ങൾ ഈ കേട്ട പ്രധാനപ്പെട്ട ഒരു മരുന്നാണ് ക്ലോറോക്വിൻ, അല്ലേ? ക്ലോറോക്വിൻ നിങ്ങൾ എപ്പോഴാണ് കേട്ടത്? കോവിഡുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിലൊക്കെയാണ് കേട്ടത്. കോവിഡിനെതിരെ, ഇത് ആക്ച്വലി മലേറിയക്കെതിരെ ഹൈഡ്രോക്സി ക്ലോറോക്വിൻ എന്നാണ് നമ്മൾ വാർത്തകളിലൊക്കെ കേട്ടത്. ക്ലോറോക്വിൻ എന്ന് പറയുന്ന മരുന്ന് അല്ലെങ്കിൽ അതിൻ്റെ വകഭേദങ്ങളായിട്ടുള്ള വേറെ മരുന്നുകൾ, ഹൈഡ്രോക്സി ക്ലോറോക്വിനൊക്കെ മലേറിയക്കെതിരെ ഉപയോഗിച്ചിരുന്ന മരുന്നാണ്. അതും ക്ലോറിൻ കണ്ടെയ്നിങ് കോമ്പൗണ്ടാണ്, ഈ വിഭാഗത്തിൽ പെടുന്നതാണ്. അപ്പോൾ ഇതിന് കുറേ അപ്ലിക്കേഷൻസ് ഉണ്ട്, ഈ വിഭാഗത്തിൽപ്പെടുന്ന കോമ്പൗണ്ട്സിന് അപ്ലിക്കേഷൻസ് ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ് ഇപ്പം ഇത്രയും എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ മെഡിസിനൽ ഫീൽഡിൽ, ലബോറട്ടറിയിൽ ഒക്കെ ഈ വിഭാഗത്തിൽപ്പെടുന്ന കോമ്പൗണ്ട്സിന് അപ്ലിക്കേഷൻ ഉണ്ട്. അതുപോലെ DDT, BHC പോലെയുള്ള പെസ്റ്റിസൈഡ്സിലൊക്കെ ക്ലോറിൻ കണ്ടെയ്നിങ് കോമ്പൗണ്ട്സ് ആണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതിൻ്റെ പ്രിപ്പറേഷൻ, കെമിക്കൽ പ്രോപ്പർട്ടീസ്, ഫിസിക്കൽ പ്രോപ്പർട്ടി, 2 വിഭാഗത്തിൽപ്പെടുന്ന കോമ്പൗണ്ട്സിൻ്റെയും പ്രിപ്പറേഷൻ, ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, കെമിക്കൽ പ്രോപ്പർട്ടീസ്, ഈ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. ഇനി ഇതിൻ്റെ നെയിമിങ് നിങ്ങൾ ലാസ്റ്റ് ഇയർ തന്നെ പഠിച്ചിട്ടുണ്ട് നെയിമിങ്. എന്നാലും ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് നെയിമിങ്, 1-2 കോമ്പൗണ്ട്സ് നെയിമിങ് ജസ്റ്റ് ഒന്ന് പറയാം. ഓക്കെ, ഇപ്പം വളരെ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല നെയിമിങ്ങിൻ്റെ കാര്യത്തിൽ, കാരണം അത് ലാസ്റ്റ് ഇയർ പഠിച്ചതാണ്. ഇങ്ങനൊരു കോമ്പൗണ്ട് ബ്രോമിൻ കണ്ടെയ്നിങ് കോമ്പൗണ്ടാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം 3 കാർബൺ ഉണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ ഹാലോ ആൽക്കൈൻസ് അങ്ങനെയാണ് പേരിടുക. അതായത് ആദ്യം ആൽക്കൈൽ ഹാലൈഡിലെ ഹാലൈഡിൻ്റെ പേരാണ് ആദ്യം വരാൻ. അപ്പോൾ ബ്രോമോ എന്നെഴുതി. എന്നിട്ടിവിടെ 3 കാർബണുള്ള ഹൈഡ്രോ കാർബണാണ്, നിങ്ങൾക്കറിയാം. അപ്പോൾ പ്രൊപ്പൈൻ. ഇനി ബ്രോമിൻ, ഈ ഒന്നാമത്തെ കാർബൺ ഇവിടെ നിന്നാണ്. ഇപ്പോൾ ഇതാണ് BRനെയാണ് നമുക്കിവിടെ ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് എടുക്കാൻ പറ്റുക. അപ്പോൾ ഇതിനെയാണ് ഒന്നാമത്തെ കാർബണായിട്ട് കണക്കാക്കുക. അപ്പോൾ ഒന്നാമത്തെ കാർബണിലാണ് ബ്രോമിൻ എന്ന് പറയാൻ വേണ്ടി 1 ബ്രോമോ പ്രൊപ്പൈൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പേര് കംപ്ലീറ്റ് ആയി.
അപ്പം നെയിമിങ് നിങ്ങൾ ലാസ്റ്റ് ഇയർ പഠിച്ചത് ഒന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക. നെയിമിങ് മൊത്തമായിട്ട് പറയാൻ പറ്റില്ല. ഇനി ഇതിൽ തന്നെ 2 ഹാലോജൻ വരുന്ന കേസുകൾ ഉണ്ടാകാം. ഇപ്പം ഇങ്ങനെ CH3 CH CH CH3. ഇപ്പം രണ്ടാമത്തെയും മൂന്നാമത്തെയും കാർബണിൽ ക്ലോറിനോ ബ്രോമിനോ അല്ലെങ്കിൽ ഫ്ലൂറിനോ ഏതെങ്കിലും വന്നു വിചാരിക്കും. ഇങ്ങനെ ഫ്ലൂറിൻ എഴുതുന്നത് ബുദ്ധിമുട്ടാണെങ്കിൽ ക്ലോറിൻ എഴുതാം. ഏതാണെങ്കിലും കുഴപ്പമില്ല. ഫ്ലൂറിൻ എഴുതിയാലും ക്ലോറിൻ എഴുതിയാലും ഒന്നും കുഴപ്പമില്ല. അപ്പം ഇതിൻ്റെ പേരെങ്ങനെയാണ് എഴുതുക? 2,3 ഡൈക്ലോറോ ബ്യൂട്ടേൻ. 2,3 ഡൈക്ലോറോ ബ്യൂട്ടേൻ. അപ്പം നെയിമിങ്ങിനെ പറ്റി വിശദമായിട്ട് നിങ്ങൾ ലാസ്റ്റ് ഇയർ പഠിച്ചതുകൊണ്ട് അതിൻ്റെ വിശദ വിവരങ്ങളിലോട്ട് പോകുന്നില്ല. ടെക്സ്റ്റ് ബുക്കിൽ 1-2 പേജുകളിലായിട്ട് നെയിമിങ്ങിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് നോക്കി പോവുക. നിങ്ങൾ കോമ്പറ്റേറ്റീവ് എക്സാമിന് പോകുമ്പോൾ ഒക്കെ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും തമ്മിലുള്ള വ്യത്യാസങ്ങളില്ല. അതുകൊണ്ട് ആ ഭാഗങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി പോവുക. ഇനി ഇവിടുത്തെ ഹൈബ്രിഡൈസേഷൻ്റെ കാര്യം കൂടെ ജസ്റ്റ് ഒന്ന് പറയാം. ഹാലോ ആൽക്കീൻസിലെയും ഹാലോ അരീൻസിലെയും ഹൈബ്രിഡൈസേഷൻ. അതായത് നമ്മൾ പറഞ്ഞു CH3Br എന്ന് എഴുതിയാൽ ഇതൊരു സിമ്പിളായിട്ടുള്ളൊരു ഹാലോ ആൽക്കീനാണ്, ബ്രോമോ മീത്തേനാണ്. അപ്പോൾ ഇതിൻ്റെ ബോണ്ട് സ്ട്രക്ചർ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എഴുതുമ്പോൾ ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഈ കാർബണിൻ്റെ ഹൈബ്രിഡൈസേഷൻ, ഈ ബ്രോമിൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഹാലോജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിൻ്റെ ഹൈബ്രിഡൈസേഷൻ. കാർബണിൻ്റെ ഹൈബ്രിഡൈസേഷൻ എന്താണ്? sp3 ആണ്. എങ്ങനെ മനസ്സിലായി? നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സിംഗിൾ ബോണ്ടഡ് ആയിട്ടുള്ള കാർബണിൻ്റെ ഹൈബ്രിഡൈസേഷൻ എന്തായിരിക്കും? sp3 ആയിരിക്കും. ഇനി ഇത് തന്നെ ബെൻസീനിൽ വരുമ്പോൾ C6H5Br ബ്രോമോ ബെൻസീൻ, അതായത് ഹാലോ അരീൻസിൽ വരുമ്പോൾ നിങ്ങൾക്കറിയാം ഇങ്ങനെയാണ് ബെൻസീനെ വരയ്ക്കുക അല്ലേ? ബെൻസീൻ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഈ കോർണറിലൊക്കെ കാർബൺ ഉണ്ട്. ആ കാർബണിൻ്റെ കൂടെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഹൈഡ്രജൻ ഉണ്ട്. അവിടുത്തെ ഹൈഡ്രജൻ മാറിയാണ് ഇവിടെ ബ്രോമിൻ വരുന്നത്. അപ്പോൾ ഈ കാർബൺ, ഇവിടെ വരുന്ന ഈ കാർബണിൻ്റെ ഹൈബ്രിഡൈസേഷൻ എന്താണ്? അവിടെ sp2 ഹൈബ്രിഡൈസേഷൻ ആയിരിക്കും. കാരണം അത് ഡബിൾ ബോണ്ടഡ് കാർബൺ. അതിൻ്റെ ഒരു സൈഡിൽ സിംഗിൾ ബോണ്ടും മറ്റേ സൈഡിൽ ഡബിൾ ബോണ്ടും കിടക്കണമുണ്ട്. ഡബിൾ ബോണ്ടഡ് കാർബൺ ആയതുകൊണ്ട് ഹൈബ്രിഡൈസേഷൻ sp2 ആയിരിക്കും. ഓക്കെ. ഇനി ഇവിടെ ഈ ബോണ്ട് സിയും ആൽക്കൈൽ ഹാലൈഡിലെ സിയും Br-ഉം അല്ലെങ്കിൽ സിയും ഹാലോജനും തമ്മിലുള്ള ബോണ്ട് എന്തും കൂടെയാണ്? പോളാർ ബോണ്ടും കൂടെയാണ്. കാരണം ഇവിടെ തമ്മിൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഡിഫറൻസ് വരും. അപ്പോൾ ഇതിന് ഡെൽറ്റ മൈനസ് ചാർജ് കിട്ടും, ഇതിന് ഡെൽറ്റ പ്ലസ് ചാർജ് കിട്ടും. അപ്പോൾ ഈ ബോണ്ട് പോളാർ ബോണ്ടും കൂടെ ആണ്. ഓക്കെ. ഇനി നമ്മൾ ഇതിൻ്റെ പ്രിപ്പറേഷനിലോട്ട് കിടക്കുകയാണ്. അപ്പോൾ ആദ്യം ഇതിൻ്റെ ഹാലോ ആൽക്കൈൻസിൻ്റെ ആദ്യത്തെ കോമ്പൗണ്ടായ ഹാലോ ആൽക്കൈൻസിൻ്റെ പ്രിപ്പറേഷനാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. എന്നിട്ടാണ് ഹാലോ അരീൻസിൻ്റെ പ്രിപ്പറേഷനിലോട്ട് പോകുള്ളൂ. അപ്പോൾ ഹാലോ ആൽക്കൈൻസിൻ്റെ പ്രിപ്പറേഷനിൽ ആദ്യം ഒന്നാമത്തെ മെത്തേഡ് ഫ്രം ആൽക്കഹോൾസ് എന്നാണ് ഹാലോ ആൽക്കൈൻസ് പ്രിപ്പയർ ചെയ്യുന്ന വിധം. എങ്ങനെയാണ് ആൽക്കഹോൾസ് എന്ന് പ്രിപ്പയർ ചെയ്യുക? അപ്പം നമുക്കറിയാം ആൽക്കഹോൾസിനെ എഴുതുന്ന അതിൻ്റെ ഫോമിൽ എങ്ങനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന മെത്തേഡ് ROH. ഈ R എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ആൽക്കൈൽ റാഡിക്കൽസ് CH3 മീത്തൈൽ റാഡിക്കൽ എന്നാണ് ഇതിൻ്റെ പേര്. അതുപോലെ C2H5 ഈത്തൈൽ റാഡിക്കൽ. ഇതിനെയൊക്കെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ R എന്ന് പൊതുവെ പറയുന്നത്. ഓക്കെ. അപ്പോൾ ROH എന്നാണ് ആരെ റെപ്രസെൻ്റ് ചെയ്യുക? ആൽക്കഹോൾസിനെ. നമുക്ക് ആരെ പ്രിപ്പയർ ചെയ്യേണ്ടത്? ഹാലോ ആൽക്കീൻസിനെ. ഹാലോ ആൽക്കീൻസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് RX. എക്സ് എന്ന് പറഞ്ഞാൽ Cl ആവാം, Br ആവാം, I ആവാം, ഏതാണോ ഹാലോജൻ അതാകാം. ഓക്കെ. അപ്പോൾ ROH-ൽ നിന്ന് നമുക്ക് RX പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഈ OH-നെ X ആക്കാനുള്ള റിയേജൻസ് ആണ് അവിടെ ഉപയോഗിക്കേണ്ടി വരിക. OH-നെ ഹാലോജൻ ആക്കാനുള്ള റിയേജൻസ്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ROH-ൽ നിന്ന് RCl ആണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്ന് വിചാരിച്ചോളൂ. ROH-ൽ നിന്ന് നിങ്ങൾക്ക് RCl ആണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എങ്കിൽ നിങ്ങൾ ക്ലോറിനേറ്റിംഗ് ഏജൻസ് ആണ് ഉപയോഗിക്കേണ്ടി വരിക. ക്ലോറിനേറ്റിംഗ് ഏജൻസ് ഒക്കെ നിങ്ങൾക്ക് പരിചയമുള്ള ആളുകൾ തന്നെയാണ്. കാരണം നിങ്ങൾ P ബ്ലോക്കിൽ പഠിച്ചിട്ടുണ്ട്. PCl3 P ബ്ലോക്ക് എലിമെൻറ്റ്സ് ഉള്ള ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. PCl3 ഫോസ്ഫറസ് ട്രൈക്ലോറൈഡ്, PCl5 ഫോസ്ഫറസ് പെൻറ്റാക്ലോറൈഡ്, അതുപോലെ തന്നെ SOCl2 ചിലപ്പോൾ P ബ്ലോക്കിൽ പഠിച്ചിട്ടുണ്ടാവില്ല. ഇവരൊക്കെ ക്ലോറിനേറ്റിംഗ് ഏജൻസ് ആണ്. ഓക്കെ. അപ്പോൾ ഞാൻ ആദ്യം പറയാൻ പോണത് ആൽക്കഹോൾസിൽ നിന്ന് എങ്ങനെയാണ് ഒരു ക്ലോറോ ആൽക്കൈൻ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് പറയാൻ പോണത്. ഓരോന്നിനും ഓരോ റിയേജൻറ്റ് വേണം. അപ്പോൾ ഇവിടെ Br വരണമെങ്കിൽ വേറെ റിയേജൻറ്റ് വേണം. അപ്പോൾ ആദ്യം പറയാൻ പോണത് എങ്ങനെയാണ് ആൽക്കഹോൾസിൽ നിന്ന് ഒരു
ക്ലോറോ ആൽക്കീൻ പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നോക്കൂ, ROH പ്ലസ് ഇവിടെ ക്ലോറോ ആൽക്കീൻ വരാൻ വേണ്ടി ഉപയോഗിക്കാവുന്ന ഒരു റിയേജൻ്റാണ് HCl-ഉം സിങ്ക് ക്ലോറൈഡും. കോൺസെൻട്രേറ്റഡ് HCl തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുക. കോൺസെൻട്രേറ്റഡ് HCl എന്ന് പറഞ്ഞാൽ HCl-ൻ്റെ ആസിഡ്, കോൺസെൻട്രേറ്റഡ് ആസിഡ്. ആ സമയത്ത് ഈ OH മാറി ഇവിടെ എന്ത് വരും? Cl വരും, RCl. ഓക്കെ, പ്ലസ് ബാക്കി എന്താ ഉള്ളതെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, H2O ആണ് ഇവിടെ ഉള്ളത്. ഓക്കെ, ഇനി ROH നിങ്ങൾക്കിത് കാണുമ്പോൾ ഇത് ജനറൽ ഫോമുലയാണ്. പർട്ടിക്കുലർ ഫോമിലേക്ക് വരണമെങ്കിൽ C2H5OH എത്തനോൾ, C2H5OH എത്തനോൾ, എന്നിട്ട് കോൺസെൻട്രേറ്റഡ് HCl, സിങ്ക് ക്ലോറൈഡ്, അൺഹൈഡ്രസ് ആയിരിക്കണം കേട്ടോ. ഈ സിങ്ക് ക്ലോറൈഡ് ഇവിടെ ഉപയോഗിക്കുന്നത് അൺഹൈഡ്രസ് സിങ്ക് ക്ലോറൈഡ് ആയിരിക്കണം. അപ്പോൾ ഇവിടുത്തെ ഈ OH റീപ്ലേസ് ചെയ്ത് ഈ Cl വരും. അപ്പോൾ C2H5Cl പ്ലസ് H2O. ഇതിൻ്റെ പേരെന്താണ്? ക്ലോറോ ഈത്തീൻ. ഓക്കെ, ഇനി ഈ റിയേജൻറ്റിന് ഒരു പേരുണ്ട് ഈ കേസിൽ. കോൺസെൻട്രേറ്റഡ് HCl ആൻഡ് അൺഹൈഡ്രസ് സിങ്ക് ക്ലോറൈഡ്. ഈ റിയേജൻ്റെ പേരാണ് ലൂക്കസ് റിയേജൻറ്റ്. ഓക്കെ, ഈ രണ്ട് മിക്സ്ചറിൻ്റെ പേരാണ് ലൂക്കസ് റിയേജൻറ്റ്. ഇനി ഇങ്ങനെ ആൽക്കഹോളിൽ നിന്ന് നമ്മൾ ലൂക്കസ് റിയേജൻ്റ് ആഡ് ചെയ്തിട്ട് ക്ലോറോ ആൽക്കീൻ പ്രിപ്പയർ ചെയ്യുന്ന ഈ മെത്തേഡിൽ റിയാക്ടിവിറ്റി കൂടുക ടെർഷ്യറി ആൽക്കഹോൾസിനാണ്. റിയാക്ടിവിറ്റി കൂടുക ആർക്കാണ്? ടെർഷ്യറി ആൽക്കഹോൾസിന്. പിന്നീട് റിയാക്ടിവിറ്റി സെക്കൻഡറിക്ക്, പിന്നീട് റിയാക്ടിവിറ്റി പ്രൈമറിക്ക്. അപ്പോൾ ടെർഷ്യറി ആൽക്കഹോൾസ് ആണ് ഈ റിയാക്ഷൻ നമുക്ക് വളരെ സ്പീഡിൽ ആൻസർ ചെയ്യുന്നത്. ടെർഷ്യറി ആൽക്കഹോൾസ് ആണ്. ഓക്കെ, എന്താണ് ടെർഷ്യറി ആൽക്കഹോൾസ്? ഇങ്ങനെ വരുന്ന ആൽക്കഹോൾസ് ആണ് ടെർഷ്യറി ആൽക്കഹോൾസ്. ഇതുപോലെയുള്ള സ്ട്രക്ചർ വരുന്നത്. അതായത് ഇവിടെ OH ഗ്രൂപ്പ് ടെർഷ്യറി കാർബണിലായിരിക്കും. എന്താണ് ടെർഷ്യറി കാർബൺ? വേറെ 3 കാർബൺ ആയിട്ട് ഡയറക്റ്റ്ലി ബോണ്ടഡ് ആണെങ്കിൽ അതിനെയാണ് എന്ത് പറയുക? ടെർഷ്യറി കാർബൺ. അപ്പം ഇങ്ങനെയുള്ള ടെർഷ്യറി ആൽക്കഹോൾസ് ആണ് എന്ത് സംഭവിക്കുക? ഈ പറയുന്ന ലൂക്കസ് റിയേജൻറ്റുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് റിയാക്ഷൻ തരുന്നത്. മറ്റേത് തരില്ല എന്നല്ല, പക്ഷെ കുറച്ചും കൂടെ സ്ലോ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന റിയാക്ഷൻ ടെർഷ്യറി, സെക്കൻഡറി, പ്രൈമറി ആൽക്കഹോളുകളെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. അപ്പോൾ ആ ടെസ്റ്റിന് എങ്ങനെ, ഹൗ വിൽ യു ഡിസ്റ്റിങ്വിഷ് പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി ആൽക്കഹോൾസ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് ഹയർ സെക്കൻഡറി എക്സാമിന്. ഓക്കെ, അതിൻ്റെ ആൻസർ എന്താണ്? ഹൗ വിൽ യു ഡിസ്റ്റിങ്വിഷ് പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി ആൽക്കഹോൾസ്. ആൻസർ ആണ് ലൂക്കസ് ടെസ്റ്റ്. എന്നിട്ട് എഴുതണം, Lucas reagent is a mixture of concentrated HCl and anhydrous zinc chloride. When this mixture is added to tertiary alcohol, the product forms at once. അല്ലെങ്കിൽ due to the formation of product, turbidity is formed at once. എന്തുകൊണ്ട് turbidity എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ precipitate പോലെ അവിടെ ഉണ്ടാകുന്ന പിന്നെ ആ പ്രൊഡക്റ്റ് ഉണ്ടാവുന്ന പ്രൊഡക്റ്റ് ഇവിടുത്തെ വാട്ടറിൽ ഡിസോൾവ് ആയിരിക്കില്ല. അതുകൊണ്ട് അതവിടെ കലങ്ങാതെ കിടക്കും. അല്ലെങ്കിൽ ഒരു ക്ലൗഡിനെസ് പോലെ ഒരു അപ്പിയറൻസ് ടെസ്റ്റ് ട്യൂബിൽ വരും. അതിനെയാണ് നമ്മൾ ടർബിഡിറ്റി എന്ന് പറയുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടുത്തെ സ്റ്റാർട്ടിങ് കോമ്പൗണ്ടായ ആൽക്കഹോളും കോൺസെൻട്രേറ്റഡ് HCl നന്നായിട്ട് സൊല്യൂബിൾ ആണ്. പക്ഷെ ഉണ്ടാവുന്ന പ്രൊഡക്റ്റായ ഈ RCl വാട്ടറിൽ സൊല്യൂബിൾ അല്ല. അപ്പോൾ തുടക്കത്തിൽ നമുക്ക് ഈ റിയേജന്റ് ആഡ് ചെയ്തപ്പോൾ ടർബിഡിറ്റി ഇല്ല, പ്രോഡക്റ്റ് ഫോം ചെയ്തപ്പോൾ ടർബിഡിറ്റി ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഒന്നും കൂടെ ആ ചോദ്യത്തിലോട്ട് വരാം. എങ്ങനെയാണ് പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി ആൽക്കഹോൾസുകളെ നിങ്ങൾ ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നത്? അപ്പോൾ അതിൻ്റെ ബേസ് എന്താണ്? ഈ പറയുന്ന റിയാക്ഷൻ, ആൽക്കഹോൾസിൽ നിന്ന് ആൽക്കൈൽ ഹാലൈഡ് ഉണ്ടാക്കാം എന്ന് പറഞ്ഞ ഈ റിയാക്ഷൻ ലൂക്കസ് റിയേജൻറ്റുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ റിയാക്ടിവിറ്റി കൂടുക ആർക്കാണ്? അല്ലെങ്കിൽ പെട്ടെന്ന് റിയാക്ഷൻ നടക്കുക, റിയാക്ഷൻ്റെ വേഗത സ്പീഡിൽ നടക്കുക ആർക്കാണ്? ടെർഷ്യറി ആൽക്കഹോൾസിനാണ്. അപ്പോൾ വെൻ ലൂക്കസ് റിയേജൻറ്റ് ഈസ് ആഡഡ് ടു ടെർഷ്യറി ആൽക്കഹോൾ, ടർബിഡിറ്റി അപ്പിയേഴ്സ് അറ്റ് വൺസ്, അല്ലെങ്കിൽ ടർബിഡിറ്റി അപ്പിയേഴ്സ് ഇമ്മീഡിയറ്റ്ലി, ഉടനെ തന്നെ ടർബിഡിറ്റി വരും. സെക്കൻഡറി ആൽക്കഹോൾ ഇത്രയും വേഗതയിൽ ഈ റിയാക്ഷൻ നടത്തില്ല. അപ്പോൾ സെക്കൻഡറി ആൽക്കഹോൾസിൻ്റെ കേസിൽ ടർബിഡിറ്റി കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് വരിക. ടർബിഡിറ്റി അപ്പിയേഴ്സ് ആഫ്റ്റർ 5 minutes അല്ലെങ്കിൽ ആഫ്റ്റർ സം ടൈം എന്ന് എഴുതാം. ഓക്കെ, ഇനി പ്രൈമറി ആൽക്കഹോൾസിൻ്റെ കേസിലാണല്ലോ സാധാരണ ടെമ്പറേച്ചറിൽ ടർബിഡിറ്റി വരില്ല. നമ്മൾ റൂം ടെമ്പറേച്ചറിൽ റിയാക്ഷൻ നടത്തുമ്പോൾ ദർ വിൽ നോട്ട് ബി എനി ടർബിഡിറ്റി, ബട്ട് ആഫ്റ്റർ ഹീറ്റിംഗ് വി വിൽ ഗെറ്റ് എ ടർബിഡിറ്റി. ഓക്കെ, അപ്പോൾ ഇത് എപ്പോഴും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. ഒന്നുകൂടെ പറയാം, ആൽക്കഹോൾസിൽ നിന്ന് എങ്ങനെയാണ് ആൽക്കൈൽ ഹാലൈഡ് ഉണ്ടാക്കിയത് എന്നുള്ള ഒരേ ഒരു മെത്തേഡ് നമ്മളിപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കഷൻ നടന്നിട്ടുള്ളൂ. അപ്പോൾ
കോൺസെൻട്രേറ്റഡ് HCl ആൻഡ് അൺഹൈഡ്രസ് സിങ്ക് ക്ലോറൈഡ് ഉപയോഗിക്കുമ്പോൾ ഇവിടുത്തെ OH മാറി Cl വരും. ഈ റിയാക്ഷന് റിയാക്ടിവിറ്റിയുടെ സ്പീഡ് ടെർഷ്യറി ആൽക്കഹോൾസിനാണ് കൂടുതൽ, സെക്കൻഡറി ആൽക്കഹോൾസിന് അത്രയ്ക്കില്ല, പ്രൈമറി ആൽക്കഹോൾസിന് സ്പീഡ് കുറവ്. അപ്പോൾ ഈ സ്പീഡിലുള്ള വ്യത്യാസം നമ്മൾ എന്തിനുപയോഗിക്കുന്നു? ഇവരെ പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി ആൽക്കഹോൾസിനെ തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഈ ടെസ്റ്റ് ഞാൻ ഒന്നുകൂടെ പറയാം. ഹൗ വിൽ യു ഡിസ്റ്റിംഗ്വിഷ് പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി ആൽക്കഹോൾസ്? ആൻസർ എന്താണ്? ലൂക്കസ് ടെസ്റ്റ് എന്ന് എഴുതുക. എന്നിട്ട് എഴുതണം ലൂക്കസ് reagent is a mixture of concentrated HCl and anhydrous zinc chloride. When Lucas reagent is added to tertiary alcohol, the turbidity or cloudiness appears at once in the test tube. When it is added to anhydrous zinc chloride and concentrated HCl is added to secondary alcohol, turbidity or cloudiness appears after some time. When it is added to primary alcohol, the reaction will not take place at room temperature, but after heating, the reaction will take place and turbidity appears only after heating. ഓക്കെ, അപ്പോൾ ഇതുവരെയാണ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഇതിൻ്റെ പ്രിപ്പറേഷൻ കഴിഞ്ഞിട്ടില്ല. ആൽക്കഹോൾസ് ഇനിയും പല മെത്തേഡ് വഴി, ഇപ്പോൾ ഒരു Clൻ്റെ കാര്യം മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഇതുപോലെ ഈ OHനെ മാറ്റി Br ആക്കാം, OHനെ മാറ്റി വേറെ ഹാലോജൻസ് ഒക്കെ ആക്കാം. അപ്പോൾ അതിനൊക്കെ നമുക്ക് വേറെ വേറെ മെത്തേഡ്സ് ആണുള്ളത്. ഈ Clൻ്റെ കാര്യത്തിൽ തന്നെ നമ്മളിപ്പോൾ ഒറ്റ റിയേജൻറ്റ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇതിൽ വേറെ റിയേജൻസ് ഉണ്ട്. അതിൻ്റെയൊക്കെ കാര്യമായിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.